അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജറ വർഷം 1445 ശവ്വാൽ 17 തീയതി 2024 ഏപ്രിൽ 26 തീയതി ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൂസരി ഹഫിളഹുല്ലാഹു തആല വതവല്ല അവർകൾ മസ്ജിദുൽ ഹറാമിൽ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ മുന്നൊരുക്കം. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള ഏകമാർഗം ആ ഒരു സൂക്ഷ്മതയാണ്. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനുള്ള വഴി തേടുക. തീർച്ചയായും ആ സൂക്ഷ്മത എന്നേക്കുമുള്ള സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരെ ഉന്നതമായ പദവിയിലേക്ക് അല്ലാഹു തആല ഉയർത്തുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ ആണുങ്ങളും പെണ്ണുങ്ങളും, അവർക്ക് വേണ്ടി അള്ളാഹു പാപമോചനവും ഉന്നതമായ പ്രതിഫലവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരിക്കൽ, അലാ ഉനബ്ബിഉക്കും ബിഖൈരി അഅ്മാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ രക്ഷിതാവിങ്കൽ ഏറ്റവും വിശുദ്ധമായ വചനം, നിങ്ങളുടെ പദവികൾ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വചനം, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും അവ ചെലവഴിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഗുണകരമായ ഒരു വചനം. ഏതുവരെ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുകയും നിങ്ങൾ ശത്രുക്കളെയും ശത്രുക്കൾ നിങ്ങളെയും ആക്രമിച്ച് കൊല്ലപ്പെടുന്നതിനേക്കാളും രക്തസാക്ഷിയാകുന്നതിനേക്കാളും ഉത്കൃഷ്ടമായ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദിക്റുല്ലാഹ്, അപ്പറഞ്ഞ ഉന്നതമായ സൽക്കർമ്മത്തെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠമായത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന്. തീർച്ചയായും അള്ളാഹുവിനെ ഓർക്കുന്നവൻ, അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയാണ്. അവൻ്റെ വിശ്വാസം അതുമൂലം വർദ്ധിക്കുകയാണ്. പിശാച്ച് അവനിൽ നിന്ന് അകന്നു പോവുകയാണ്. മനസ്സിലെ ദുഃഖങ്ങളും അലോസരങ്ങളും ഇല്ലാതെയാകുകയാണ്. മനസ്സിന് സമാധാനവും ശാന്തിയും നിറഞ്ഞു വരികയാണ്. ഏതൊരു മനുഷ്യനെയും ആ ജീവച്ഛവമായ അവസ്ഥയിൽ നിന്ന് ജീവനുണ്ടാക്കിയെടുക്കുന്ന, ഉറക്കിൽ നിന്ന് ഉണർത്തുന്ന, ശരീരത്തിനും മനസ്സിനും ശക്തിയും ആവേശവും നൽകുന്ന, ജീവിതത്തിൽ കൃത്യമായ ഭക്തിയും നിലപാടും നൽകുന്ന മഹത്തായ മറുമരുന്നാണ് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നത്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങളെന്നെ ഓർത്തുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങളെയും ഓർത്തുകൊണ്ടിരിക്കും, എനിക്ക് നന്ദി കാണിക്കുക എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദിക്ർ ചൊല്ലുന്ന ഒരാൾക്ക്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, വചനത്തിൽ കൂടിയും പ്രവൃത്തിയിൽ കൂടിയും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ദിക്റിൻ്റെ ഉടമ അള്ളാഹുവുമായി ബന്ധപ്പെടുകയാണ്, ബന്ധം സ്ഥാപിക്കുകയാണ്. അഥവാ ദിക്ർ ചെല്ലാത്ത ഒരാൾ അള്ളാഹുവിങ്കിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ് എന്ന്. സഹോദരങ്ങളെ, ഏതൊരു കാര്യത്തിനേക്കാളും നമ്മൾ ചെയ്യുന്ന
മഹത്തായ കർമ്മമാണ് ദിക്ർ. അള്ളാഹു പറഞ്ഞു, ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വ അഖിമിസ്സലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു, നമസ്കാരം നിങ്ങളെ തിന്മകളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അകറ്റുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയ കാര്യം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ, വിശ്വാസികളെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റത്തം വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണോ? വിജയം വേണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി അള്ളാഹു തആല പറയുന്ന മറ്റൊരു വചനം നോക്കൂ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കുറേ ആളുകൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അവരുടെ കച്ചവടമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ അവരെ അശ്രദ്ധരാക്കുകയില്ല. എന്നും ഏത് കച്ചവടത്തിനിടയിലും ഇടപാടുകൾക്കിടയിലും ജീവിത വ്യവഹാരത്തിലും അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും. നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കും, സക്കാത്ത് നൽകിക്കൊണ്ടിരിക്കും. നാളെ പരലോകത്ത് ഹൃദയങ്ങളും കണ്ണുകളും തള്ളിപ്പോകുന്ന, മറിഞ്ഞു പോകുന്ന ആ ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹു തആല അവനെ ഓർക്കുന്നവർക്ക് ധാരാളമായി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അഥവാ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവരാണെങ്കിലോ അവരാണ് നഷ്ടക്കാരും. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, വിശ്വസിച്ചവരെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ, അശ്രദ്ധമായി പോയാൽ അവനാണ് നഷ്ടക്കാരൻ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ്. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നെ ഓർക്കാൻ വേണ്ടി. അതുപോലെ ഹജ്ജിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ ജുഇല റംയുൽ ജിമാർ വസ്സഅയു ബൈന സഫാ വൽ മർവ ലിഇഖാമത്തി ദിക്രില്ലാ, ആ ജംറകളിൽ കല്ലെറിയുന്നത്, സഫാ മർവൻ്റെ ഇടയിൽ ഓടുന്നത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് എന്ന്. അതുപോലെ സൽക്കർമ്മങ്ങളുടെ പര്യവസാനം അള്ളാഹുവിനെ ഓർക്കലാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ഫൈദാ ഖളൈതുമുസ്സലാ ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ജുമാ നമസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അതുപോലെ നോമ്പിൻ്റെ പര്യവസാനമായി അള്ളാഹു പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ അദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. ഹജ്ജിൻ്റെ പര്യവസാനമായി അള്ളാഹു പറഞ്ഞു, ഫഇദാ ഖളൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. എല്ലാ ഇബാദത്തുകളുടെയും പരിസമാപ്തി അള്ളാഹുവിനെ ഓർക്കലാണെന്നും അത് ജീവിതം തന്നെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാപിക്കണമെന്നുമാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ സംസാരത്തിൻ്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ദിക്റുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹു തആല മറ്റൊരു കാര്യവും കൂടി നമ്മളെ പഠിപ്പിച്ചു. ദിക്റിൻ്റെ ഗുണങ്ങൾ, അത് മനസ്സിന് ജീവൻ നൽകും.
ശരീരത്തിന് ഭക്ഷണം നൽകുന്ന ജീവൻ നൽകുന്ന പോലെ മനസ്സിന് ജീവൻ നൽകും. അഥവാ ദിക്ർ നഷ്ടപ്പെട്ട മനസ്സുകളും ശരീരങ്ങളും ജീവച്ഛവമായിരിക്കും. അവൻ ആ വെണ്ണീറായിപ്പോയ തീക്കെട്ടുപോയ വെണ്ണീർ പോലെയായിരിക്കും, ആളില്ലാത്ത വീട് പോലെയായിരിക്കും, അതുപോലെ തന്നെ മരീചികയായിരിക്കും അവൻ്റെ ജീവിതം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. റബ്ബിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിലുള്ള പരസ്പരം ആ ഒരു ഉപമ ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണെന്ന്. അതുപോലെ ദിക്ർ കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നേടാൻ സാധിക്കും. നാം ദിക്ർ ചൊല്ലിക്കൊണ്ടും ദിക്ർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുമാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ നമ്മുടെ മുമ്പിൽ കാണാം. അള്ളാഹുവിനെ കാണുന്ന പോലെ നമുക്ക് ആരാധനാക്രമങ്ങൾ നിർവഹിക്കാം. ഏതൊരു ജീവിതത്തിൻ്റെ വ്യവഹാരത്തിലും അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടും. അതോടൊപ്പം ദിക്ർ മനസ്സിന് സമാധാനമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മനസ്സുകൾ ശാന്തിയാകുന്നു. അതുപോലെ മനസ്സമാധാനം നൽകാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യവും വർഷിക്കുവാനും മലക്കുകളുടെ സാന്നിധ്യം കിട്ടാനും ദിക്ർ ഉപകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുകൾ ചൊല്ലുന്ന, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ സദസ്സുകളിൽ, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന സ്ഥലങ്ങൾ, അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരിക്കും. ലാ യഖ്ഉദു ഖൗമുൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുന്നതാണ്. വഗശിയത്തുഹുമുർ റഹ്മ. അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ മൂടിപ്പുതക്കുന്നതാണ്. വനസലത്ത് അലൈഹിമുസ് സക്കീന. ശാന്തി അവരുടെ മേൽ ഇറങ്ങി വരുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നവരെ പറ്റി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളോട് എടുത്തു പറയുന്നതാണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. ചില സന്ദർഭങ്ങളിൽ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അല്ലാഹു തആല ആളുകളെപ്പറ്റി അവരുടെ മഹത്വം മലക്കുകളോട് വരെ പറയുമെന്നാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ സഹാബിമാർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിച്ചും അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചും കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ? അവർ പറഞ്ഞു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും ദീനീ കാര്യങ്ങളിലേക്ക് അള്ളാഹു വഴി കാണിച്ചതിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ടുമെല്ലാം ഞങ്ങൾ ഇരിക്കുകയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ അടുക്കൽ നിങ്ങളെപ്പറ്റി ജിബ്രീൽ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബിക്കും അൽ മലായിക. നിങ്ങളുടെ കാര്യത്തിൽ മലക്കുകളോട് അഭിമാനപൂർവ്വം അല്ലാഹു തആല പറയുന്നതായിട്ട് ജിബ്രീൽ എന്നെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ നാവിൽ നിന്ന് പരദൂഷണങ്ങളുണ്ടാവില്ല, ഏഷണികളുണ്ടാവില്ല, ചീത്ത വാക്കുകൾ അവൻ്റെ നാവിൽ നിന്ന് വരില്ല. അള്ളാഹുവിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന നാവ് എപ്പോഴും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അതുപോലെ ദിക്ർ നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത്ത മറ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം 100 പ്രാവശ്യം പറയുന്ന ഒരാൾ ഹുത്തത്ത് ഖതായാഹു, അവൻ്റെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ്. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ. കടലിലെ നുരയും പതയും അതിനേക്കാളധികം പാപങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഇല്ലാതെയാകുന്നതാണെന്ന്. അതുപോലെ മനുഷ്യന് സമാധാനം നൽകും, അവൻ്റെ ജീവിതത്തിൽ ശാന്തി നൽകും. നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവർക്കൊരിക്കലും നഷ്ടപ്പെടേണ്ടി വരില്ല, ഖേദിക്കേണ്ടി വരില്ല. വമൻ ആയിറല്ല അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദങ്ക. എന്നെ ഓർക്കുന്നതിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ അവന് ദുരന്തപൂർണമായ ഒരു ജീവിതമുണ്ട്. പരലോകത്ത് വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായി നാം പുനരുജ്ജീവിപ്പിക്കും.
ഖാല അവൻ ചോദിക്കും, റബ്ബി ലിമ ഹശർത്തനി അഅ്മ വഖദ് കുൻതു ബസീറ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ റബ്ബേ, എന്തിന് നീ എന്നെ അന്ധനാക്കിയെന്ന്. അള്ളാഹു പറയും, ഖാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ വഖദാലികൽ യൗമ തുൻസ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നിരുന്നല്ലോ, എന്നിട്ട് നീ മറന്നുപോയതല്ലേ, അതുപോലെ നിന്നെയും എൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു, നിന്നെ അവഗണിക്കുകയാണെന്ന്. സഹോദരങ്ങളെ, ദിക്ർ ചൊല്ലുമ്പോൾ നാം ഒറ്റയ്ക്കിരുന്ന് ദിക്ർ ചൊല്ലി കണ്ണുനീര് പൊഴിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് ഉന്നത ശ്രേഷ്ഠന്മാരായ ആ 7 കൂട്ടലിൽ ഒരാളായി അള്ളാഹു നമ്മളെ പരലോകത്ത് ഹാജരാക്കുമെന്ന് റസൂലുള്ളാഹി നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, അള്ളാഹുവിനെ ഒറ്റയ്ക്കിരുന്ന് ഓർത്ത് കണ്ണുനീരൊലിച്ച ആളിൽപ്പെട്ട ആളുകളെയൊക്കെ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന 7 കൂട്ടത്തിൽ ഒരാളാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ എന്തു പ്രവർത്തിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ ദൈവസ്മരണ, അള്ളാഹുവിൻ്റെ സ്മരണ വിടാതെ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും എപ്പോഴും നാവിനെ പച്ചപിടിപ്പിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാഷാ അല്ലാ. നിങ്ങൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാളം പരിഭാഷ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിച്ചത്.